CPM കത്ത് വിവാദത്തിൽ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ ലാവ്ലിൻ കേസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണിതെന്നും ആധികാരികമായി പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ അത്തരമൊരു കത്ത് വന്നിട്ടില്ല. അവതാരങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ സ്വാധീനമില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഈ ഒരു കത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രചരണം നടത്തിയിരിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. അല്ല, അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഇതിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വിശദീകരിക്കും. അത് എന്താണെന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല. ആ കത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ പുറത്ത് പോയോ എന്ന് സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കും. ടിൻഡു ദാസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ടിൻഡു, തിരുവനന്തപുരത്തിരുന്ന് ശിവൻകുട്ടി പറയുന്നത് ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇതിന് മറുപടി നൽകുമെന്നാണ്. പക്ഷേ അവിടെ നിന്ന് കാണുന്ന ദൃശ്യം ഈ ഭൂമിക്ക് കീഴിൽ ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന ആളാണ് MV ഗോവിന്ദൻ. ഇദ്ദേഹം ഇന്ന് രാവിലെ മീഡിയയെ കാണുമ്പോൾ ഈ മൈക്കൊക്കെ തള്ളി മാറ്റി ഓടിപ്പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഡൽഹിയിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതിനാൽ MV ഗോവിന്ദനും മറ്റ് PB അംഗങ്ങളും ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയും മറ്റ് PB അംഗങ്ങളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അത് ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരണമായിട്ട് നടത്തിയത്. PBയിൽ നിന്നും ഒരു കത്ത് സംസ്ഥാന സമിതിക്ക് കൊടുക്കുന്നു. ആ കത്തിൻ്റെ പകർപ്പ് സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ ചോർത്തി അതൊരു കോടതി രേഖയാക്കി മാറ്റുന്നു. നമുക്കറിയാം, ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ എന്ത് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണെന്നറിയാം. പക്ഷേ അതിപ്പോഴും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് ചെറിയ കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന CPMനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്ന പ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കത്തുകൾ പുറത്തു വന്നു എന്ന് പറയുന്നതും ആ കത്തുകൾ വാർത്തയാക്കപ്പെടുന്നതും അത് കൊട്ടിയാഘോഷിക്കപ്പെടുന്നു എന്നുള്ളൊരു വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. 2016 മുന്നേ ഒരുപാട് കത്തുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങളൊന്നും ഇത്രയും അധികം കത്തിക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടിയിലൊരു കത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളല്ല കത്ത് പരിശോധിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും എന്നാണ് പറഞ്ഞത്. PBയിൽ അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു പരാതിയോ കത്തോ സംസ്ഥാന സമിതിക്കുള്ളിൽ ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. രാജേഷ് കൃഷ്ണ ഒരു അവതാര പുരുഷനാണോ? CPMനെ രക്ഷിക്കാനായിട്ട് CPM എന്ന സംഘടനയ്ക്ക് എപ്പോഴും ഫണ്ട് കണ്ടെത്തി കൊടുക്കുന്ന അവതാര പുരുഷനാണോ എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് ഒരു കാലത്ത് ഒരു അവതാരങ്ങൾക്ക് വേണ്ടി വിധേയപ്പെട്ടിട്ടില്ല. ഒരു അവതാരങ്ങൾക്കും പാർട്ടിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രതികരണവും നടക്കുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള സംഭവം CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയർന്ന കത്ത് വിവാദം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചിലർ ഊതി വീർപ്പിക്കുന്നതാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതികരിക്കുന്നത്. മാത്രമല്ല, ഡൽഹിയിൽ ചേരുന്ന PBയിൽ പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് ശിവൻകുട്ടി പറയുമ്പോഴും ഡൽഹിയിൽ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം ആരായുമ്പോൾ MV ഗോവിന്ദൻ ഉൾപ്പെടെ CPMന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഇതിൽ പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് പാർട്ടിയെ എത്രത്തോളം ഈ വിഷയം പ്രതിരോധത്തിലാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്.